കോൺഗ്രസിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് MLA മഹേന്ദ്രജിത് സിംഗ് മാളവ്യ BJP-യിൽ ചേരും. അശോക് ഗെഹ്ലോട്ടിന്റെ അടുത്ത അനുയായിയാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, കമൽനാഥിന്റെ ഒക്കെ വാർത്ത കേട്ട് കമൽനാഥിന്റെ മകനൊക്കെ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പേരുകൾ കേൾക്കുകയാണ്, കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരികയുമാണ്. ഹാഷ്മി, ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തവണ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. 400-ൽ കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിനായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നും നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാവുകയാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ BJP-യിലേക്ക് എന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം മേവർ മേഖലയിൽ നിന്നുള്ള ഒരു ആദിവാസി നേതാവാണ്, ശക്തമായ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. 2013-ൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റ് വെറും 21 MLA-മാർ മാത്രമായ ഘട്ടത്തിലും സ്വന്തം മണ്ഡലം സംരക്ഷിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് മാളവ്യ. അദ്ദേഹം നേരത്തെ സച്ചിൻ പൈലറ്റിൻ്റെ പക്ഷത്തായിരുന്നു. എന്നാൽ പിന്നീട് സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്ന BJP വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തിരുന്നെങ്കിൽ പോലും പിന്നീട് അവസാന ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം ചേരുകയായിരുന്നു. അതിൽ തുടർന്ന് ഇങ്ങോട്ട് അശോക് ഗെഹ്ലോട്ടിൻ്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് മാളവ്യ. അദ്ദേഹം BJP-യുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ സോണിയാഗാന്ധി ജയ്പൂരിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയപ്പോൾ എല്ലാ കോൺഗ്രസിൻ്റെ MLA-മാരും അവിടെ എത്തി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പുവച്ചിരുന്നു. എന്നാൽ മാളവ്യ അതിന് തയ്യാറായിട്ടില്ല. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള ആലോചനയിലേക്കും പരിശോധനയിലേക്കും കടന്നത്. എന്നാൽ മാളവ്യ BJP-യുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നും ഉടൻ തന്നെ BJP-യിലേക്ക് എത്തും എന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. 2 ദിവസത്തിനകം തന്നെ BJP അംഗത്വം മാളവ്യ സ്വീകരിക്കുമെന്നും തന്നോടൊപ്പമുള്ള ഒരു വലിയ വിഭാഗം പ്രാദേശിക നേതാക്കളെ കൂടി BJP-യിലേക്ക് കൊണ്ടുവരും എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതുമായാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന വിവരം. ബൽറാമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അയാറാം രാഷ്ട്രീയത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കൂടുതൽ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും എന്ന് തന്നെ കരുതണം.